ഓക്കെ ബ്രോ, സോന പപ്പടി ഉണ്ടാക്കോ. പിന്നെന്താ മകണ്ടാക്കോ. ആദ്യൊരു പാത്രത്തിൽ കുറച്ച് ഘീ നല്ലോണം കൂടെ ചൂടായി അരക്കപ്പ് ചിക്ക് ഫ്ലവർ ഓർ ബേസിൻ ഓർ കടലപ്പൊടി, അരക്കപ്പ് ഫ്ലവർ മൈദ. അതൊരു ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യുക. കുറച്ചും കൂടി നെയ്യൊക്കെ വെച്ചിട്ട് നല്ല കണ്ടില്ല ഇതേപോലെ പുട്ടിന്റെ പൊടി പോലെ അങ്ങോട്ട് ആക്കിയെടുക്കുക. അതിന് നേരെ ഒരു പാത്രത്തിൽ അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് കൊണ്ടിട്ട് നല്ലോണം അരിച്ചും കൂടെ എടുക്കുക. കണ്ടില്ല ഇതേപോലെ മണൽത്തരി പോലല്ല. അതിനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പഞ്ചാര, ഇച്ചിരി വെള്ളം, സ്ക്വീസ് ഓഫ് ലെമൺ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 5 മിനിറ്റ് തിളപ്പിക്കണം. 5 മിനിറ്റിൽ കൂടാനോ കുറയാനോ പാടില്ല. ഇത് ആയോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ടിച്ചു കൊടുക്കുക. അതിൽ അമർത്തുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആൻഡ് സ്ക്വിഷി ആൻഡ് ബുളുബുള ആയിരിക്കണം. അതിലൊരു നോൺ സ്റ്റിക് പാനിൽ കുറച്ച് ഗീ ഒക്കെ ഇട്ട് നല്ല കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് അതിലേക്ക് അങ്ങോട്ട് മെല്ലെ പാരി കോരി കൊണ്ട് വയ്ക്കുക. അതിൽ തണുക്കാൻ വെക്കുക. എന്നിട്ട് ഇതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ അങ്ങനെ തോണ്ടി ഇതേപോലെ അങ്ങോട്ട് ആക്കി കൊടുക്കുക. സൈഡിലൊക്കെ കുറച്ചും കൂടി ഗീ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നേരെ അങ്ങനെ മെല്ലെ ഫോൾഡ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അത്യാവശ്യം ചൂടാറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തോന്നിക്കഴിഞ്ഞാൽ കയ്യിൽ കുറച്ച് ഗീ ആക്കിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ചെറുതായിട്ട് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ബോളം ഉണ്ടാക്കുക. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എന്നിട്ട് അത് നേരെ എടുത്തിട്ട് സെന്ററിൽ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക, ഇതേപോലെ ഒരു വട പോലെ. എന്നിട്ട് ഇതേപോലെ ആക്കിയിട്ട് എന്നിട്ട് ഇതേപോലെ റിംഗ് ഷേപ്പ് ആക്കിയിട്ട് പൊടിയിലേക്ക് ഇടുക, നല്ലോണം കോട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് വലിക്കുക. ഇത് മെല്ലെ ശ്രദ്ധിച്ച് ചെയ്യണേ. എന്നിട്ട് പിന്നെയും പൊടിയിലേക്ക് ഇടുക, മടക്കുക, വലിക്കുക, പിന്നെയും പൊടിയിലേക്ക് ഇടുക, മടക്കുക, വലിക്കുക, പിന്നെയും പൊടിയിലേക്ക് ഇടുക, മടക്കുക, വലിക്കുക, പിന്നെയും പൊടിയിലേക്ക് ഇടുക, മടക്കുക, വലിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ പഞ്ഞി പോലെ നല്ല തുണി പോലെ കണ്ടില്ലേ, ഇതേപോലെ നല്ല കുട്ടപ്പനായിരിക്കും. കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ. എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് ഗീ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കുറച്ച് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ വാരി കൂട്ടുക. എന്നിട്ട് നമ്മളെ പഞ്ഞി ഇതേപോലെ അങ്ങോട്ട് ഇട്ട് നല്ലോണം കൂടെ സ്പ്രെഡ് ചെയ്യുക. ഇത് മൊത്തമല്ലോ, കുറച്ചാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കട്ടോ, അതൊന്നും ഒരു വിഷയമല്ല. എന്നിട്ട് കൂടെ സെറ്റ് ആകാൻ വെക്കുക. നല്ലോണം സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ കൂടെ ഫ്ലിപ്പ് ചെയ്തിട്ട് കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സോന പപ്പടി ഈസ് റെഡി. കണ്ടില്ലേ, സാധനം കണ്ടില്ലേ. എന്നിട്ട് ഒരു പിടുത്തം കൊണ്ട് പിടിച്ചാണല്ലോ, സ്വർഗം. ഇത് ഉണ്ടാക്കാനൊക്കെ രസം. പക്ഷെ പാത്രം കഴുകുന്ന ഇതേപോലെ ഷുഗർ സിറപ്പ് കട്ട പിടിച്ചാൽ കണ്ടില്ലേ ഇതേപോലെ സീനായി ഉണ്ടാവും. അതും കൂടി കഴുകി വൃത്തിയാക്കുന്നത് എങ്ങനെ കാണിച്ചു തരാം. പാത്രത്തിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് നേരെ പൈപ്പിലേക്ക് ഇടുന്നതും കൂടെ കഴുകി വൃത്തിയാക്കിയ കുട്ടപ്പനായി. നമ്മുടെ സോന പപ്പടി റെസിപ്പി പൊളി സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് സോന പപ്പടി എന്ന് പറയുന്നത്. അപ്പൊ ഈ റെസിപ്പി ട്രൈ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്താ പറയുക, ബൈ.